ഹായ് ഗേൾസ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. ഫണ്ടേ ഫ്രണ്ടിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ടിപ്പിക്കൽ ബിസിനസ് സ്റ്റോറിയാണ് കേട്ടത്. ശരിക്കും ഒരു ബിസിനസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നത്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ഷെയർസ് എങ്ങനെയൊക്കെ ആർക്കൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണ്. ശരിക്കും കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഒറിജിനെക്കുറിച്ചും ഷെയർ അലോട്ട്മെൻറ്റിനെ കുറിച്ചുമൊക്കെ നല്ല ക്ലിയർ ആവും. ശരിക്കും കഴിഞ്ഞ എപ്പിസോഡ് കേട്ടവർക്ക് മാത്രമേ ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കാത്തവർക്കും കഴിഞ്ഞ എപ്പിസോഡ് കേട്ടവർക്ക് ഓർമ്മയില്ലെങ്കിൽ അവർക്കുമായിട്ട് ഒന്നും കൂടി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ഒറിജിൻ XYZ AB എന്നൊക്കെ ഉള്ള ഒരു കഥാപാത്രങ്ങളൊക്കെ ഉള്ള സ്റ്റോറി ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ആ സ്റ്റോറി തന്നെ ഞാൻ പെട്ടെന്ന് ചില ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ X ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണമായത്. എക്സിൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ, X എന്ന് പറയുന്ന ഓൺട്രപ്രണറിൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇടയായത്. അപ്പോൾ എക്സിനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ എക്സിൻ്റെ കൈവശം ആവശ്യമായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ XYZ എന്ന് പറയുന്ന ഫ്രണ്ട്സിനെ സമീപിക്കുകയുണ്ടായി ഫണ്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എക്സിനെ സഹായിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരു ചെറിയൊരു എമൗണ്ട് അവർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആദ്യമായിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ വളരെ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു. അതുകൊണ്ട് അവരെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. അവരാദ്യമായിട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ആദ്യത്തെ ആ ഫണ്ടിനെ എന്തെന്ന് പറയും? സീഡ് ഫണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ കമ്പനി വാല്യുവേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി കമ്പനിക്ക് എത്രമാത്രം ഇവർ എല്ലാവരും കൊണ്ടുവന്ന എമൗണ്ടും കൂടെ ചേർത്ത് കമ്പനിക്ക് എത്രമാത്രം ആസ്തിയുണ്ട്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, അതെല്ലാമാണ് ഒരു കമ്പനിയുടെ വാല്യുവേഷൻ നിർണ്ണയിക്കുന്നത്. പിന്നീട് നമ്മൾ ഫേസ് വാല്യൂ എന്താണെന്ന് പറഞ്ഞു. ഒരു ഷെയറിന് അതിൻ്റെ ഇഷ്യൂവർ ഇടുന്ന വിലയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓതറൈസ്ഡ് ഷെയർ എന്താണെന്ന് പറഞ്ഞു. കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനെയാണ് ഓതറൈസ്ഡ് ഷെയർസ് എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് ഷെയർസിൽ ഒരു പോർഷൻ Xനും Yക്കും Zനുമായിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തു. ബാക്കി കമ്പനി റീറ്റെയിൻ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് വീണ്ടും കമ്പനി ഡെവലപ്പ് ചെയ്തു. വീണ്ടും കുറേ കമ്പനി മാനുഫാക്ചറിങ് യൂണിറ്റും ഔട്ട്ലെറ്റും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കമ്പനിക്ക് വീണ്ടും ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്ന് പറയുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും കമ്പനി ഫണ്ട് റേസ് ചെയ്തു. അവിടെ സീരീസ് A ഫണ്ടിങ് നടന്നു. അതുവഴി Aക്കും ഒരു പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിംഗ് കപ്പാസിറ്റി അവർ കൊടുത്തു. പിന്നീട് വീണ്ടും കമ്പനി ഡെവലപ്പ് ചെയ്തു. കമ്പനിയുടെ വാല്യുവേഷൻ കൂടിക്കൊണ്ടേയിരുന്നു. കമ്പനി വാല്യുവേഷൻ വീണ്ടും കൂടി. അപ്പോൾ അതുപോലെ തന്നെ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നവരുടെ ഷെയർ വാല്യുവേഷനും കൂടിക്കൊണ്ടേയിരുന്നു. ഓക്കെ, വീണ്ടും ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഒരു B എന്ന് പറയുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കൂടി കമ്പനിയിൽ വന്നു. സീരീസ് B ഫണ്ടിങ്ങിലൂടെ വീണ്ടും കമ്പനിയുടെ വാല്യുവേഷൻ ഉയർന്നു. അവർ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ലോൺ എടുത്തു. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്തു. അതുകൂടാതെയാണ് സീരീസ് B ഫണ്ടിങ് നടത്തിയത്. അങ്ങനെ ഓവറോൾ ബിസിനസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ സീരീസ് B ഫണ്ടിങ്ങിലൂടെയും അവരുടെ പ്രോഫിറ്റിലൂടെയും അതുപോലെ തന്നെ ലോൺ റേസ് ചെയ്തും ഒക്കെ അവർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തു. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ക്യാപെക്സ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ടേം കൂടി നമ്മൾ പഠിച്ചു. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപെക്സ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള ബിസിനസ്സിനെ മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഫണ്ടിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപെക്സ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. വീണ്ടും കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. കുറച്ചുകൂടി മാനുഫാക്ചറിങ് യൂണിറ്റും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ വരുന്ന കേസിൽ കമ്പനി വീണ്ടും സീരീസ് C ഫണ്ടിങ്ങിലോട്ട് പോയി. ഒരിക്കലും ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് അത്രയും വലിയ എമൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് കമ്പനി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്ററിനെ സമീപിച്ചു.
അവരുടെ കയ്യിൽ ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിരുന്നു. ഹ്യൂജ് എമൗണ്ട് അവർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരിക്കലും ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല വലിയ എമൗണ്ട്. അപ്പോൾ അവർക്കറിയാം ഈ കമ്പനി ഗ്രോ ചെയ്യുമെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു ഹ്യൂജ് എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ ബോർഡിലേക്ക് അവരുടെ മെമ്പേഴ്സിനെ നിയമിച്ചു. കുറച്ച് അവരുടെ മെമ്പേഴ്സിനെ കൂടി കമ്പനി ബോർഡിൽ അംഗങ്ങളാക്കി മാറ്റി. അതുവഴി അവർക്ക് കമ്പനി നല്ല രീതിയിലാണോ പോകുന്നത്, കമ്പനിയുടെ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്, നല്ല ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് അവർക്ക് മനസ്സിലായി. അവർക്കും കമ്പനിയുടെ ഗ്രോത്തിൽ വളരെ വലിയ പങ്കുണ്ട്. അതുവഴി അവരും കമ്പനിയുടെ ഒരു പെർസെൻറ്റേജ് ഷെയർ ഹോൾഡർ ആയി മാറി. പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സും കൂടി വന്നതോടുകൂടി ബിസിനസ് വീണ്ടും ഇംപ്രൂവ് ചെയ്തു. വളരെ വലുതായിട്ട് ബിസിനസ് ഗ്രോ ചെയ്തു. റവന്യൂ വളരെ കൂടി, പ്രോഫിറ്റബിലിറ്റി വളരെ കൂടി. അതുപോലെ തന്നെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരുന്നു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായും പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് വന്നതോടുകൂടി ബിസിനസ് ആകെ മൊത്തം ഒന്നും കൂടി നല്ല രീതിയിൽ ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ടാവും. കുറേ വർഷങ്ങൾ വീണ്ടും പിന്നിട്ട് കഴിഞ്ഞു. അപ്പം വീണ്ടും നമ്മുടെ എക്സിന് ഒരു ഐഡിയ തോന്നുകയാണ്. എക്സ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ബിസിനസ് നല്ല രീതിയിൽ വളർത്തി മുന്നോട്ട് പോകാനാണ് എക്സിൻ്റെ തീരുമാനം. അപ്പോൾ എക്സിന് വീണ്ടും ഒരു തീരുമാനം എടുക്കാനായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇൻ്റർനാഷണലി കൂടി കുറേ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എക്സ് പ്ലാൻ ചെയ്തു. എക്സ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എക്സിന് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എക്സ് വീണ്ടും ബിസിനസ് ഇൻ്റർനാഷണലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണലി ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നല്ല ഹ്യൂജ് ഫണ്ട് ആവശ്യമാണ്. നല്ല വലിയൊരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അവിടെ ആവശ്യമായിട്ട് വരികയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒത്തിരി മാനുഫാക്ചറിങ് യൂണിറ്റ് എക്സ് തുടങ്ങിയെങ്കിലും അതൊക്കെ അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇൻ്റർനാഷണലി ഒക്കെ പോവുകയാണെന്ന് പറയുമ്പോൾ തീർച്ചയായും ഓരോ രാജ്യക്കാർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ വ്യത്യാസം കാണും. അവിടുത്തെ മാർക്കറ്റ് ചേഞ്ചസ്, അവിടെയും ഇന്ന പ്രോഡക്റ്റുകൾ അവിടെ പറ്റണമെന്നില്ല. പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയിലും എല്ലാത്തിലും മാറ്റങ്ങൾ കമ്പനിക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു മാർക്കറ്റ് റിസർച്ച് അവിടെ എക്സിന് ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ കമ്പനി മാർക്കറ്റ് റിസർച്ചൊക്കെ നടത്തി മറ്റുള്ള രാജ്യങ്ങളുടെ ആളുകളുടെയും അതുപോലെ തന്നെ ആളുകളുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി, അവിടുത്തെ മാർക്കറ്റ് ബിഹേവിയറൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്തു, അവർ പുതിയ മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റ്സും പ്രോഡക്ട്സും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വീണ്ടും അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എക്സ് എസ്റ്റിമേറ്റ് ചെയ്തത്. അപ്പോൾ നല്ലൊരു ക്യാപെക്സ് റിക്വയർമെൻറ്റ് അവിടെ ആവശ്യമായിട്ട് വരും. നല്ലൊരു ഫണ്ട് കമ്പനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് എക്സിന് മുന്നിൽ കുറച്ച് വഴികളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിനുള്ള പ്രോഫിറ്റിൽ നിന്നും, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാം. ഇൻറ്റേർണൽ അക്രൂവൽസ് എന്നാണ് നമ്മളതിനെ പറഞ്ഞത്. ഇൻറ്റേർണൽ അക്രൂവൽസിലൂടെ റൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് സീരീസ് എ ഫണ്ടിങ്ങും ബി ഫണ്ടിങ്ങും ഒക്കെ നടത്തി, അതുപോലെ ഒരു സീരീസ് ഡി ഫണ്ടിങ് കൂടി കമ്പനിക്ക് നടത്താം. അതായത് വീണ്ടും ഓൾറെഡി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ഇനി വീണ്ടും വേറൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്ററിനെ കൂടി കമ്പനിക്ക് കൊണ്ടുവരാം, ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം. അതാണ് മറ്റൊരു വഴി. പിന്നെ വീണ്ടും അടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നും ലോൺ റേസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഡെറ്റ് റേസ് ചെയ്യാനായിട്ടും കമ്പനിക്ക് പറ്റും. ഇനി മറ്റൊരു ഫണ്ട് റേസ് ചെയ്യുന്ന വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ബോണ്ട് വഴി കമ്പനിക്ക് ഡെറ്റ് റേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീടുള്ളൊരു വഴി എന്ന് പറഞ്ഞാലാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ IPO എന്ന് പറയും. അതായത് കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർസ് ക്യാപിറ്റലിൽ നിന്നും ഒരു പോർഷൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യും. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് അതുവഴി ഫണ്ട് റൈസ് ചെയ്യുന്നതിനെയാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ IPO വഴിയും കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വഴി ഒന്നെങ്കിൽ ഇതിലേതെങ്കിലും ചിലത് കമ്പനിക്ക് അനിവാര്യമെന്ന് തോന്നുന്നത് കമ്പനിക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കമ്പനിക്ക് ഇത് മൊത്തവും വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ ഇതിൽ ഏത് കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ കമ്പനിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ തൽക്കാലം മെയിനായിട്ടും എക്സ് ചൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. കാരണം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എക്സ് ചൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എക്സ് ചൂസ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നും ഒരു പോർഷൻ എടുക്കാനായിട്ട് എക്സ് തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ IPOയിലൂടെ ഫണ്ട് റേസ് ചെയ്യാനായിട്ടും എക്സ് തീരുമാനിക്കുകയാണ്. അപ്പോൾ IPO ചൂസ് ചെയ്യുന്നത് വഴി പ്രോഫിറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിന് എക്സിന് പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി ഉള്ള ഇൻറ്റേർണൽ അക്രൂവൽസിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാം. പക്ഷേ IPO വഴി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എക്സിന് ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. എക്സ് IPO ഫയൽ ചെയ്യണം. അപ്പോൾ അതുവഴി എക്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കയ്യിൽ ഉള്ള ഓതറൈസ്ഡ് ഷെയർസിൽ നിന്നും പബ്ലിക്കിനായിട്ട് കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് എക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ IPO എന്താണെന്ന് നമ്മൾ നന്നായിട്ട് അറിയണം. കാരണം അതായത് നമ്മളെപ്പോലെയുള്ള ജനറൽ പബ്ലിക്കിന് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് എന്തിനാണ്, അതെങ്ങനെയാണ് നമ്മളെപ്പോലെയുള്ള ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്താണെന്ന് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഫസ്റ്റ് ടൈമായിട്ട് അവരുടെ ഷെയർസിന് പബ്ലിക്കിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ IPO എന്താണെന്ന് നിങ്ങൾക്കൊരു ചെറിയ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിക്കാണും IPO എന്താണെന്ന്. IPOയെക്കുറിച്ച് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒത്തിരി ചോദ്യങ്ങളും വന്നിട്ടുണ്ടാവും. എന്തിനാണ് കമ്പനി IPO തന്നെ ഇഷ്യൂ ചെയ്യുന്നത്? IPOയിലൂടെ എന്തിനാണ് പബ്ലിക്കിന് അവർ ഷെയർസ് കൊടുക്കുന്നത്? അപ്പോൾ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് ഇത് സമ്മതിക്കുമോ? അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അവരൊരു സീരീസ് ഡി ഫണ്ടിങ് നോക്കാതെ IPO തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചത്? അപ്പോൾ IPO കൊണ്ട് പബ്ലിക്കിന് എന്താണ് ഗുണം? എങ്ങനെയാണ് IPO വഴി പബ്ലിക് ഷെയർസ് വാങ്ങുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെച്ചിരിക്കുക. അതിനൊക്കെ മറുപടിയായിട്ട് ഞാൻ വീണ്ടും IPO എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ ഗൈസ്, till then, bye bye, take care, thanks for hearing.